സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെയ്യുമ്പോൾ നമ്മൾ ലാപ്പ് ആണെങ്കിലും പി സി ആണെന്നുണ്ടെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ ഒരു പി സിക്കകത്തുള്ള കറന്റ്ലി ഇത് ചെയ്യുന്ന റാം ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പി സിയിലും ലാപ്പിലും ആണെന്നുണ്ടെങ്കിൽ റാം നമ്മൾ പുതിയത് ഇടുന്നത്. അപ്പോൾ ആ ഒരു റാം നമ്മൾ ഏതാണ് കറന്റ്ലി ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ നോക്കണമെന്നാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോക്കകത്തുള്ള സ്റ്റെപ്പുകളും ഈ ഒരു വീഡിയോക്കകത്ത് യൂസ് ചെയ്യുന്ന കമാൻഡ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ കാണാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കമാൻഡ്സിന്റെ ചില പാർട്ടുകൾ നിങ്ങൾക്ക് മിസ്സായി പോകാൻ കഴിയും. ഇത് നമ്മൾ ലാപ്പ് തുറന്നു നോക്കാണ്ട് ലാപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വിൻഡോസിന്റെ യൂസർ ഇന്റർഫേസിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാന്നാണ് ഈ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം. കമാൻഡ് പ്രോംപ്റ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. സോ കമാൻഡ് പ്രോംപ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കാം. സെർച്ചിൽ CMD എന്ന് അടിച്ചു കൊടുത്താലും കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ വരും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്താൽ മതി. ഇപ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു ഇന്റർഫേസിൽ WMIC മെമ്മറി ചിപ്പ് ഗെറ്റ് ഡിവൈസ് ലൊക്കേറ്റർ ഇതാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത്. ആ ഒരു സംഭവം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പീഡ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കാം. സ്പീഡ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കറന്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന റാമിന്റെ സ്പീഡ് ആയിരിക്കും കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതായത് ഈ ഒരു സ്പീഡിന്റെ സ്ഥലത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കാം. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ടൈപ്പ് ആണ് കാണിക്കുന്നത്. സോഡിയം ആണോ, ഡിം ആണോ, RIF ആണോ, അങ്ങനെയുള്ളതാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. 0 ആണെന്നുണ്ടെങ്കിൽ അൺനോൺ. ജസ്റ്റ് പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ 12 കോമൺലി യൂസ് ചെയ്തേക്കുന്നത് സോഡിയം എന്ന് പറഞ്ഞ ആ ഒരു മെമ്മറി ടൈപ്പ് ആണ്. സോഡിയം മെമ്മറി ടൈപ്പ് ആണ് കോമൺലി യൂസ് ആക്കുന്നത്. ആൻഡ് നമുക്ക് അടുത്തത് മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് മാനുഫാക്ചറാണ് നമ്മുടെ ആ ഒരു റാം മാനുഫാക്ചർ ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഏത് നമ്മുടെ ആ ഒരു കറന്റ്ലി ഉള്ള റാമിന്റെ പാർട്ട് നമ്പർ കിട്ടും. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഞാനൊരു പാർട്ട് നമ്പർ വെച്ചാണ് മെയിൻലി റാമിന്റെ ഡീറ്റെയിൽസ് യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് പറയത്തുള്ളൂ. ഈ ഒരു പാർട്ട് നമ്പറിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. സ്ലോട്ട് 1 കിടക്കുന്നത് ഏതാണെന്നും സ്ലോട്ട് 2 കിടക്കുന്നത് ഏതാണെന്നും കാണിക്കും. സ്ലോട്ട് 1 മാത്രമേ റാം ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ലോട്ട് 1 മാത്രമേ നിങ്ങൾക്ക് പാർട്ട് നമ്പർ കിട്ടത്തുള്ളൂ. എൻ്റെ 2 പാർട്ട് നമ്പർ ഉണ്ട്. 2 റാം ഉള്ളത് കാരണം 2 പാർട്ട് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇതുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാം. ഓക്കെ, ഡബിൾ ടാപ്പ് ചെയ്തതിനു ശേഷം Ctrl+C ക്ലിക്ക് ചെയ്യാം. Ctrl+C ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോമിൽ കൊണ്ടുപോയി എൻ്റർ അടിച്ച് പേസ്റ്റ് ചെയ്യാം. ക്രോം ആണെന്നുണ്ടെങ്കിലും എഡ്ജ് ആണെന്നുണ്ടെങ്കിലും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ കഴിയും ആമസോൺ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ നമ്മളത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഹൈനിക്സ് 8GB സോഡിയം മെമ്മറി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ റാം ടൈപ്പ്. ഏതാണ് റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റാമിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. സോ ആദ്യത്തത് ഹൈനിക്സിന്റെ തന്നെ നമ്മൾ മാനുഫാക്ചർ ഉണ്ടായിരുന്നു. സെയിം സാധനം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തെ പാർട്ട് നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തതും ഇത് ക്രൂഷ്യലിന്റെ ഒരു റാം ആണ്. 16GB സിംഗിൾ സ്റ്റിക്ക് ആണ്. 2x32GB ആണോ? ഇതല്ലായിരുന്നു ക്രൂഷ്യലിന്റെ. ഇതല്ല ക്രൂഷ്യൽ ഒരു 16GB റാമിനാണ്. അത് കറക്റ്റ് ആണ് വരേണ്ടത് ശരിക്കും. ഓക്കെ, സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എഡ്ജിനകത്ത് എന്തോ എറർ വന്നാട്ടെ ക്രോമിനകത്ത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ക്രൂഷ്യലിന്റെ 16GB റാമിന്റെ ആ ഒരു സംഭവം 16GB DDR4 3700 MHz ആ ഒരു സംഭവമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതാണ് കറക്റ്റ് ഉള്ളത് നോക്കാം. ഈ ഒരു സെയിം സംഭവത്തിന്റെ സെയിം സ്പെക്കുകൾ ഉള്ളത് ഏതാണെന്ന് വെച്ച് കഴിയുമ്പോൾ ആ സംഭവം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം. ഈ സംഭവത്തിനുള്ള ഡീറ്റെയിൽസ് ആ ഒരു സെയിം അതിന്റെ സ്പെക്കുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ വേറെ ഇതിപ്പോൾ ഓരോന്നായിട്ട് അടിച്ചുണ്ടാക്കല് കുറേ സമയം മെനക്കെടുത്തുന്ന ഒരു പരിപാടിയാണ്. സോ ആ ഒരു സമയം പോക്കൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിയുമ്പോൾ താഴെ ഒരു കമാൻഡ്, രണ്ടാമത്തെ കമാൻഡ് 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കമാൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ Ctrl+C ഞെക്കി കോപ്പി ചെയ്യുക, Ctrl+V ഞെക്കി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എൻ്റർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ കാണാൻ കഴിയും കപ്പാസിറ്റി ഡിവൈസ് ലൊക്കേറ്റർ ഏത് സ്ലോട്ടിൽ കിടക്കുന്നത് ഏതാണെന്നാണ് കാണിക്കുന്നത്. ഫോം ഫാക്ടർ, മാനുഫാക്ചർ, മെമ്മറി
ടൈപ്പ്, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ, സ്പീഡ് എല്ലാം ഒറ്റ ഒരു വരിക്കകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു കപ്പാസിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് Ctrl+C കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ക്രോമിൽ കൊണ്ട് ചെയ്തിട്ട് 2 GB എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ 2 GB എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ജിഗാബിറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ 8 GB ആയിട്ടാണ് അത് കൺവേർട്ട് ആവുന്നത്. ആൻഡ് ആ ഒരു എമൗണ്ട് രണ്ടാമത്തേലുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിയുമ്പോൾ ആ ഒരു എമൗണ്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം എമൗണ്ട് ഇത് ചെയ്യാം, കാൽക്കുലേറ്റ് കൊടുക്കാം. കാൽക്കുലേറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണ്ട, +V ഞെക്കിയിട്ട് 2 GB എന്ന് പറഞ്ഞ് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. 2 GB എന്ന് അടിച്ചു കൊടുത്താൽ കാണാൻ കഴിയും. ജിഗാബിറ്റ്സിലേക്ക് കൺവേർട്ട് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ 16 GB ആണ് നമുക്ക് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഇത്രയുള്ള ഒരു സംഭവം, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെയിം സ്പെക്കും സെയിം സ്പീഡും സെയിം മെമ്മറി ടൈപ്പ് ഉള്ളത് മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്പീഡ് കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാപ്പിന്റെ പെർഫോമൻസ് അഥവാ റാമിന്റെ ആ ഒരു പെർഫോമൻസ് മറ്റേ റാമിന്റെ പെർഫോമൻസും അഫക്ട് ചെയ്ത് മറ്റേ റാമിന്റെ പെർഫോമൻസും സ്പീഡ് ഡൗൺ ആവും. നിങ്ങൾ മെമ്മറി ടൈപ്പ് കറക്റ്റ് അല്ല എടുത്തേക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസ് പോലും ബൂട്ടാവാത്തൊരവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കുക. സോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു. ചിലതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.